അപ്പൊ മൂലം തിരുന്നാൾ വലിയ ഹേമനാണില്ലേ എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ? സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല. ആ വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്തു നിൽക്കുന്നതാണ് ഗുരുവിന്റെ നവയുഗ മാനവിക ധർമ്മം. അതിനെ സനാതന തത്വത്തിന്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാവും. പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന സനാതനധർമ്മം വെറുക്കപ്പെടേണ്ട ഒന്നാണ് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ നടത്തിയ പരാമർശവും പൊതുവായിട്ടുള്ള ധാരണയും. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമമാണ്, അത് ചാതുർവർണ്ണത്തിന്റെ ഭാഗമാണ് എന്നെല്ലാം പറഞ്ഞ് അത് കൊണ്ടുപോയിട്ട് സംഘപരിവാറിന് ചാർത്തി കൊടുക്കാണ്. അമ്പലത്തിൽ പോകുന്നവരും ചന്ദനം തൊടുന്നവരും കാവ്യ കൊടുക്കുന്നവരൊക്കെ RSS ആണെന്ന് പറയുന്ന പോലെയാണ്. ഇത് ഇത്ര വലിയൊരു വിവാദമാകേണ്ടതുണ്ടോ? ഇത് ഒരു പ്രതികരണത്തെ തുടർന്ന് സംഭവിച്ചു പോയതാണോ? മറ്റെന്തെങ്കിലും ഒരു ആസൂത്രിതമായ നീക്കം ഇതിന്റെ പിന്നിലുണ്ടോ? ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല സുരേഷ് കുമാർ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ആളുകളെ സംബന്ധിച്ചുള്ള പ്രധാന വിഷയം എന്താണ്? മാവേലി സ്റ്റോറിൽ അരിയും പല വ്യഞ്ജനങ്ങളും ഉണ്ടോ എന്നുള്ളതാണ്. കർഷക തൊഴിലാളി പെൻഷൻ കിട്ടുന്നുണ്ടോ? വിധവാ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ? സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത മുടങ്ങിക്കിടക്കുന്ന ഗഡുക്കൾ കൊടുക്കാൻ സർക്കാരിന് പറ്റുമോ എന്നുള്ളതാണ്. അതൊന്നും പറ്റുകയില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അറിയാം, നമുക്കും അറിയാം. അപ്പൊ ജനങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്ന് തിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ശിവഗിരിയിൽ പോയിട്ട് സനാതന ധർമ്മത്തെ കുറിച്ച് പ്രസംഗിച്ചത്. ഈ സനാതന ധർമ്മം എന്ന് വെച്ചാൽ അങ്ങാടി മരുന്നാണോ പച്ച മരുന്നാണോ എന്നുള്ളവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയില്ല. അപ്പൊ തട്ടിപ്പാണല്ലേ? പുള്ളിക്ക് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നീട് സനാതന ധർമ്മം, നല്ല തമാശയില്ല. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. ഈ സനാതന ധർമ്മത്തെ പറ്റി പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ വലിയ വിവാദവും. ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ വൈകുന്നേരം 8 മണിക്ക് ഈ 80 കോടി രൂപ KFC കൊണ്ടുപോയി അംബാനിയുടെ കടയിൽ നിക്ഷേപിച്ചതിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നതിന് പകരം ഇതുപോലെയുള്ള വിഷയങ്ങൾ നോൺ ഇഷ്യൂസ് ചർച്ച ചെയ്യും എന്ന കാര്യം മുഖ്യമന്ത്രിക്ക് അറിയാം. അദ്ദേഹത്തിന് ഇവിടുത്തെ മാധ്യമങ്ങളെ അറിയാം, നേതാക്കന്മാരെ അറിയാം, സമുദായ പ്രമാണിമാരെ അറിയാം. അപ്പോൾ അത് കണക്കാക്കിയിട്ട് പുള്ളി ഇട്ട ഒരു ഉണ്ടയില്ലാത്ത വെടിയാണ്. ഇതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. എന്ത് സനാതന ധർമ്മം? സനാതന ധർമ്മത്തിൽ വിശ്വാസമുള്ളവർ വിശ്വസിക്കും. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യാഖ്യാനം കേട്ടിട്ട് ആരെങ്കിലും ഉപനിഷത്തുകളെയോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ ഒക്കെ പുനർവായന നടത്തുന്ന നിങ്ങൾക്ക് തോന്നുന്നു? പുനർവായന നടത്തേണ്ടവർ നടത്തും, അതിനെ വിമർശിക്കേണ്ടവർ വിമർശിക്കും. ഇതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഇവിടെ വിഷയമാക്കുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകളുടെ ശ്രദ്ധ തിരിക്കുക, ജനങ്ങളെ പറ്റിക്കുക, അവരുടെ കണ്ണിൽ മണ്ണ് വാരിയിടുക എന്നത് മാത്രമുള്ള ഇതിന്റെ ഉദ്ദേശം. 100% ഞാൻ യോജിക്കുന്നു. അപ്പോൾ വടക്കേ ഇന്ത്യയിലെ BJPക്കാർക്ക് സത്യത്തിൽ അവർ കാത്തിരുന്ന ഒരു ആയുധം നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി സമ്മാനിച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞ് ഇനി അവിടെ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങളുണ്ടാക്കും, വർഗീയ വിഭജനം ഉണ്ടാക്കും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, കേരളം ഇപ്പൊ തന്നെ പാകിസ്ഥാനാണെന്ന് പറയുന്നവരാണ് BJPക്ക്. ലീഗിന്റെ പച്ചക്കൊടി പാകിസ്ഥാന്റെ പതാകയാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഒരു ആയുധം പണിഞ്ഞ് കയ്യിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. മുരളീധരന്റെ സന്തോഷം ഇത് കണ്ടില്ലേ? മുരളീധരന്റെ സന്തോഷം എന്ന് പറഞ്ഞത് കേരളത്തിലെ BJPക്കാരുടെ സന്തോഷമല്ല, അത് വടക്കേ ഇന്ത്യയിലെ BJPക്കാരുടെ സന്തോഷം. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അത് പോട്ടടാ ലാബു. അല്ല പിന്നെ ഇപ്പോൾ വടക്കേ ഇന്ത്യയിലെ BJPക്കാർ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. സതീശന്റെ വാക്കുകളോട് അതിന്റെ സൂക്ഷ്മമായ അർത്ഥത്തിൽ ഞാനും യോജിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു പ്രസ്താവനയിലൂടെ മുഖ്യമന്ത്രി കേരളത്തിൽ ഇപ്പൊ തന്നെയുള്ള സാമുദായിക ധ്രുവീകരണത്തെ കൂടുതൽ രൂക്ഷവും ഗുരുതരവുമാക്കിയിരിക്കുകയാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ആദ്യം പിന്തുണച്ച ആരെന്നറിയാമോ? SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. SDPIക്ക് എന്താ കാര്യമുള്ളൂ സനാതന ധർമ്മത്തിൽ ചോദിച്ചാൽ? നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം വളരെ വ്യക്തമാണ്. കാരണം സമുദായ വിദ്വേഷം ഉണ്ടാക്കണം, സമുദായ ധ്രുവീകരണം ഉണ്ടാക്കണം. അതിൽ നിന്ന് 10 വോട്ട് കിട്ടുമെങ്കിലും മേടിക്കണം. ഇത്ര ഉദ്ദേശമുള്ളൂ. പുള്ളി പണ്ട് നവോത്ഥാനം ഉണ്ടാക്കാൻ പോയത് എന്തുണ്ടാ? ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുക എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ എടുത്ത തീരുമാനമാണോ? അല്ലല്ലോ. പ്രകടന പത്രികകൾ ഉണ്ടായിരുന്ന കാര്യമാണോ? അല്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി വിധി പൊക്കി പിടിച്ചിട്ടുണ്ട്? സുപ്രീം കോടതിയോടുള്ള ബഹുമാനം കൊണ്ട് നടന്നുകൊണ്ടോ? അല്ല. നിയമവാഴ്ചയോടുള്ള ബഹുമാനം കൊണ്ട് നടന്നുകൊണ്ടോ? ഒരിക്കലും അല്ല. ഭരണഘടനാ ധാർമ്മികതയെ പറ്റി ഇവരൊക്കെ പറഞ്ഞിരുന്നല്ലോ. എന്ത് ധാർമ്മികത? മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുക അതുപോലത്തില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് ഈ ശബരിമലയിലെ വിധി വന്നതിന് ശേഷമാണ്, അല്ലെ? അങ്ങനെയുള്ള പാർട്ടിയെ സംബന്ധിച്ചുള്ള ഭരണഘടനാ ധാർമ്മികത, നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് വോട്ട് കിട്ടാനുള്ള വെറും തന്ത്രമാണ്. അതിനൊക്കെ വിപരീത ഫലമാണ് ഉണ്ടായത്. ഇങ്ങനെ പറഞ്ഞ്
ഇവിടെ നായന്മാരെ ഇടവരെ തമ്മിൽ തെറ്റിക്കുക, സവർണരെ അവർണരെ തമ്മിൽ തെറ്റിക്കുക. പക്ഷെ സംഭവിച്ചാൽ അങ്ങനെയൊന്നുമല്ല. ശബരിമലയ്ക്ക് പോകുന്ന അധികം അവരുടെ സമുദായക്കാരായിരുന്നു. അത് മുഖ്യമന്ത്രിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധി പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് അറിയില്ല. ആ പ്രത്യാഘാതം ഭയാനകമായിരുന്നു. 19 സീറ്റിലെത്തു തോറ്റുള്ളൂ. ഒരു സീറ്റിൽ അപ്പോഴും ജയിച്ചു. അപ്പൊ ഇതാണ് രാഷ്ട്രീയം. ഇതൊക്കെ വെറുതെ മനുഷ്യരെ ചിറ്റിക്കാനുള്ള പരിപാടിയാണ്. പുള്ളി മാവേലി സ്റ്റോറിൽ സാധനങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ആദ്യം അന്വേഷിക്കും, അതിന് പരിഹാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അംബാനിയുടെ കമ്പനിയിൽ കൊണ്ടുപോയി 61 കോടി രൂപ നിക്ഷേപിച്ചത്? അംബാനിയിലുള്ള വിശ്വാസം കൊണ്ടാണ്, അതോ തോമസ് ഐസക് പറഞ്ഞ പോലെ നടപടിക്രമങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ടാണ്? നടപടിക്രമം പാലിച്ചിട്ടാണെങ്കിൽ ഈ ബ്ലേഡ് കമ്പനിയിൽ വേണമെങ്കിൽ നിക്ഷേപിക്കാമല്ലോ, എന്ന് നിക്ഷേപിക്കാതെ, അതോ അംബാനിയോടുള്ള ബഹുമാനം കൊണ്ടാണ്? അതല്ലേ പറയേണ്ടത്. അല്ലാതെ സനാതന ധർമ്മമൊക്കെ ആളുകളെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇവിടെ ഇതിനെപ്പറ്റി ഉണ്ടാകുന്ന ചർച്ചകൾ തന്നെ അസംബന്ധമാണ്, ശുദ്ധ അനാവശ്യമാണ്. ഇതൊന്നും അല്ല യഥാർത്ഥത്തിലെ വിഷയങ്ങൾ. യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ ഇതുപോലെ ബാലിശമായ കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ ഇപ്പോൾ ഉള്ള ആ ഭിന്നതകൾ കൂടുതൽ രൂക്ഷമാക്കുക. അല്ലാണ്ട് ഇദ്ദേഹത്തിന്റെ വചനങ്ങൾ കൊണ്ട് ആരും നന്നാവാൻ പോകുന്നില്ല. ഞങ്ങളുണ്ട്. ഒത്തില്ല ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക. ഇന്നലെ വരെ അമ്പലത്തിൽ ഷർട്ട് ഇടാതെ കയറിയിരുന്ന ആളുകൾ നാളെ പിണറായി വിജയൻ പറഞ്ഞാലോ ഇതിന് ഷർട്ട് ഇട്ട് കയറിക്കളാം എന്ന് വിചാരിക്കും. ഡിവൈഎഫ്ഐക്കാർ പോലും കയറില്ല, SFIക്കാർ പോലും കയറില്ല. ആണുങ്ങളായാലേ അല്പസ്വല്പം നാണോ മാനൊക്കെ വേണം. കാരണം അവിടുത്തെ രീതി അതാണ്. കേരളത്തിൽ മാത്രമുള്ള ഒരു സംവിധാനമാണ്. തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ആന്ധ്രയിലോ തെലുങ്കാനയിലോ വടക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ക്ഷേത്രത്തിലോ BJPക്കാർ മാത്രം ഉള്ള ആ ക്ഷേത്രത്തിലോ പുതിയതായി തുടങ്ങിയ അയോധ്യ ക്ഷേത്രത്തിൽ പോലുമോ ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ആരും ഷർട്ട് ഊരേണ്ടതില്ല. അവിടെ ജാതി വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ്, വർണ്ണാശ്രമ ധർമ്മം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ല, അവിടുത്തെ രീതി അതാണ്. ആളുകൾ ഷർട്ട് ഇട്ടോട്ട് കയറും. കേരളത്തിൽ അങ്ങനെയല്ല. അതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല. ആളുകൾ ഇതൊക്കെ കാലാകാലങ്ങളിൽ ആയിട്ട് തുടർന്നുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. ഇനി കുറെ കഴിഞ്ഞ് ഇനി ആളുകൾക്ക് മാറ്റം തോന്നി കഴിഞ്ഞാൽ അവർ മാറ്റും. അതൊന്നും പിണറായി വിജയൻ പറഞ്ഞു അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വാമികൾ തിരുവടികൾ അരുളി ചെയ്ത് മാറ്റേണ്ട കാര്യമൊന്നുമല്ല. അദ്ദേഹം അരുളി ചെയ്താലും ഈടവർ ശ്രീനാരായണ ഭക്തന്മാരടക്കം നാളെ കഴിഞ്ഞ് മറ്റന്നാളും അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് അറിയാതെ ഊരും. അത് തിരുവടികൾ പറഞ്ഞാലൊന്നും ആൾക്കാർ പറഞ്ഞു പോകുന്നില്ല. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. പുള്ളി അവിടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ഒരാളാവാൻ വേണ്ടി ചെയ്തതാണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അല്ലാതെ കണ്ട് ഇതിനൊന്നും ഒരു അർത്ഥവുമില്ല. ഇതൊക്കെ മനുഷ്യൻ ചിറ്റിക്കാനുള്ള കാര്യങ്ങളാണ്. വെറുതെ മനുഷ്യരെ വിഡ്ഢികളാക്കാനുള്ള പൊട്ടന്മാരാക്കാനുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. ശിവഗിരിയിലെ പടാധിപതി ആണെങ്കിലും ശരിയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആണെങ്കിലും ശരിയാണ്, മറ്റു പാർട്ടിയുടെ നേതാക്കന്മാരാണെങ്കിലും ഒക്കെ ശരിയാണ്. അവരുടെ ഉദ്ദേശം മറ്റു പലതുമാണ്. അല്ലാതെ കണ്ട് ആചാരങ്ങളെ പരിഷ്കരിക്കലോ നവോത്ഥാനം ഉണ്ടാക്കലോ മനുഷ്യരെ ഉടലോട് സ്വർഗത്ത് കൊണ്ടുവരൊന്നുമല്ല. മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള ഇതാണ്. മുഖ്യമന്ത്രി അതിൻ്റെ ഉള്ളൊക്കെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടാണ് ഈ സനാതന ധർമ്മം എന്ന് വെച്ചാൽ അത് കപ്പലിൻ്റെ മിഠായി ആണോ അതോ കടല മിഠായി ആണോ എന്ന് മനസ്സിലാക്കിയിട്ടല്ല പുള്ളി പറഞ്ഞു. പുള്ളിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല, ലോകപ്രസിദ്ധമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് തക്കം പാത്തിരുന്ന മറ്റു ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമായി. അവരത് കയറി പിടിച്ചു, അതൊരു വിഷയമാക്കി, അതൊരു ആഗോള പ്രശ്നമാക്കി മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ BJPക്കാർ അടക്കം ഇത് കയറി പിടിച്ചത്. കാരണം കേരളം എന്ന് പറഞ്ഞ ഒരു തീവ്രവാദികളുടെ ഭീകരപ്രവർത്തകരുടെ താവളമാണ്. ഹിന്ദു വിരോധികൾ സനാതന ധർമ്മത്തെ നിർമൂലമാക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളുടെ ഒരു കേളി രംഗമാണ് എന്നൊരു ധാരണ, അങ്ങനെ ഒരു നറേറ്റീവ് വടക്കേ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ യോഗി ആദിത്യനാഥ് UPയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം, ആ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ദിവസം 6 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് എടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കണ്ടാവും. ഉത്തർപ്രദേശ്, കാശ്മീരോ പശ്ചിമ ബംഗാളോ കേരളമോ ആയി പോകാതിരിക്കാൻ നിങ്ങൾ എൻ്റെ പാർട്ടി കൂട്ടിയിടും എന്നാണ് പറഞ്ഞത്. കാരണം എന്താ, ഈ 3 സ്ഥലത്തിൻ്റെ 3 സംസ്ഥാനങ്ങൾക്കും തുല്യമായി ചാർത്തി കൊടുത്തിട്ടുള്ള ഒരു കാര്യം ഈ ഫണ്ടമെന്റലിസം, തീവ്രവാദമാണ്. അപ്പോൾ തീവ്രവാദികളുടെ ഒരു കോട്ടയായിട്ട് അല്ലെങ്കിൽ കൊത്തളമായിട്ട് ഉത്തർപ്രദേശ് മാറാതിരിക്കണമെങ്കിൽ നിങ്ങൾ BJP കൂട്ടിയണം എന്നുള്ള നറേറ്റീവാണ്. ഇത് വടക്കേ ഇന്ത്യയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് ഒരു ആയുധം ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം. മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ള അദ്ദേഹം ഉദ്ദേശിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും ഇതിന്റെ റിസൾട്ട് ആ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോകുന്നു. ബൈ.